എപ്പിസോഡിൽ ഉലുവയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അടുക്കളയിൽ നമ്മൾ വളരെ സുലഭമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ. ഇംഗ്ലീഷ് പേര് ഫെനുഗ്രീക്ക്. കാശ്മീർ, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നീ സ്റ്റേറ്റുകളിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഛർദി, കൃമി, മൂലക്കുരു, ചുമ, വാതരക്തം, വാതരോഗങ്ങൾ, കഫദോഷം, അതുപോലെ വിശപ്പ് കുറവ്, പ്രമേഹം എന്നീ അവസ്ഥകളിലും രോഗങ്ങളിലും ഉലുവ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. ഏകൌഷധി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുലപ്പാൽ കുറയുമ്പോൾ നമ്മൾ അരിയുടെ കൂടെ ഉലുവയും കൂടി ചേർത്തിട്ട് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് സഹായിക്കും. തലമുടി കൊഴിച്ചിലിന് ഇത് ഉണക്കി പൊടിച്ച പൊടി തലയിൽ മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ മസാജ് ചെയ്യുക. അരമണിക്കൂറിന് ശേഷം കഴുകി കളയുന്നത് മുടി കൊഴിച്ചിലിനെ തടയുന്നു. മുഖത്ത് നല്ല ഗ്ലേസിങ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് ഉലുവ കുതിർത്തിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് അത് മുഖത്ത് തേക്കുക. ഉണങ്ങിയ ശേഷം കഴുകി കളയുക. തലേ ദിവസം ഉലുവ 1 ടീസ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് അത് എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കുടിക്കുന്നത് ഒരുപാട് അവസ്ഥകളിൽ ഗുണപ്രദമാണ്. അത് ദഹനത്തെ ഉണ്ടാക്കും, ശരീരഭാരം കുറയ്ക്കും, പ്രമേഹം കുറയ്ക്കും, കൊളസ്ട്രോളിനെ കുറയ്ക്കും, വിഷാംശം മാറ്റും, ആർത്തവ വേദനയ്ക്ക് ഉത്തമമാണ്, ആസിഡിറ്റിയെ കുറയ്ക്കുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ആക്ഷൻ പറയുന്നത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കും. കാരണം ഉലുവയിൽ ഫ്ലേവനോയിഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടൻ്റ് ഉണ്ട്. അത് നമ്മുടെ കൊളസ്ട്രോളിലുള്ള ചീത്ത കൊളസ്ട്രോൾ LDLനെ കുറയ്ക്കുന്നതാണ്. ഇനി ഇതിന് അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ വിറ്റമിൻ A, C, B1, B6, കോപ്പർ, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം, അയേൺ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങളാണ്.